Hi dear students, continuity and differentiability exercise 5.1 വരുന്ന 1 മുതൽ 13 വരെയുള്ള ക്വസ്റ്റ്യൻസിന്റെ സൊല്യൂഷൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കണ്ടിന്യൂറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ വന്നിരിക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ പ്രൂവ് ദാറ്റ് ദ ഫംഗ്ഷൻ f of x that is equal to 5x minus 3 is continuous at x equal to 0, at x equal to minus 3 and x equal to 5 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ഫംഗ്ഷൻ 3 പോയിന്റ്സിൽ കണ്ടിന്യൂസ് ആണ് എന്ന് പ്രൂവ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുക. അപ്പോൾ നമുക്ക് x ഈക്വൽ ടു a എന്ന് പറഞ്ഞൊരു പോയിന്റിൽ ഒരു ഫംഗ്ഷൻ f of x കണ്ടിന്യൂസ് ആണോ എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നത് ആ ഫംഗ്ഷൻ്റെ വാല്യൂ അറ്റ് ദാറ്റ് പോയിന്റ് ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ f of a കണ്ടുപിടിക്കും. അതിനുശേഷം നമ്മൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് വാല്യൂ കണ്ടുപിടിക്കും. ഈ രണ്ട് വാല്യൂസ് ഈക്വൽ ആണെങ്കിൽ മാത്രമാണ് ആ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എവിടെ എക്സ് ഈക്വൽ ടു എയിൽ കണ്ടിന്യൂസ് ആണ് എന്ന് നമ്മൾ പറയാം. അപ്പോൾ നോക്കുക, എക്സ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞ പോയിന്റിൽ എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആവണമെങ്കിൽ എഫ് ഓഫ് എ ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ എന്തായാലും പോളിനോമിയൽ ഫംഗ്ഷനാണ്, അത് എല്ലായിടത്തും കണ്ടിന്യൂസ് ആയി വരുന്നൊരു ഫംഗ്ഷനാണ്. നമുക്ക് എന്തായാലും ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് എക്സ് ഈക്വൽ ടു 0 വരുമ്പോൾ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, എഫ് ഓഫ് 0 കണ്ടുപിടിക്കും അല്ലേ. അപ്പോൾ ഫംഗ്ഷൻ നോക്കി ഇപ്പോഴും അവിടെ 5x - 3 ആണ്, അവിടെ എന്ത് ചെയ്യണം, എക്സിന് 0 കൊടുക്കണം. അപ്പോൾ നമുക്കവിടെ -3 എന്ന് കിട്ടും. അതിനുശേഷം നമ്മൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം അല്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു അവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 5x - 3 തന്നെയാണ്. ഇവിടെ നമുക്ക് ഫംഗ്ഷൻ സ്പ്ലിറ്റ് ഒന്നും ചെയ്ത് തന്നിട്ടില്ല, അതുകൊണ്ടാണ് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഒന്നും കണ്ടുപിടിക്കാതെ ഡയറക്റ്റ്ലി ലിമിറ്റ് കണ്ടുപിടിക്കുന്നത്. അങ്ങനെ നോക്കിയപ്പോഴും ഈ ലിമിറ്റ് കാണാൻ എന്താ ചെയ്യുക, ഈ എക്സിൻ്റെ വാല്യൂ അവിടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് 5 × 0 -3 ദാറ്റ് ഈസ് ഈക്വൽ ടു -3 എന്ന് തന്നെയാണ് കിട്ടണത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് 0 തന്നെയാണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് എന്ന് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും പറയാം ഫംഗ്ഷൻ അവിടെ കണ്ടിന്യൂസ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ എഴുതും എഫ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 5x - 3 ഈസ് കണ്ടിന്യൂസ് അല്ലേ, ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0 എന്ന് എഴുതി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, അടുത്ത പോയിന്റ് ഇതുപോലെ തന്നെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യും. അതിന് വേണ്ടിയിട്ട് എക്സ് ഈക്വൽ ടു -3 എന്നാണ് പോയിന്റ് തന്നിരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, എഫ് ഓഫ് -3 കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് എക്സിന് -3 എന്ന് കൊടുക്കും. സോ 5 × -3 ദെൻ -3 എന്ന് പറഞ്ഞു. സോ ഇവിടെ നമുക്ക് -15 -3 നമുക്ക് -18 എന്നാണ് എഫ് ഓഫ് -3 കിട്ടുക. ഇനി നമ്മൾ അവിടെ ലിമിറ്റ് കണ്ടുപിടിക്കണം. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു -3 എഫ് ഓഫ് എക്സ് അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു -3 ഫംഗ്ഷൻ അത് തന്നെയാണ്, അത് 5x - 3 ആണ്. അവിടെയും നമ്മൾ എക്സിന് കൊണ്ടുപോയിട്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ -3 കൊടുക്കുമ്പോൾ ഇത് തന്നെയാണ് കിട്ടുക അല്ലേ. സോ 5 × -3 നമുക്ക് അവിടെ -15 -3 -18 എന്ന് കിട്ടി. അപ്പോൾ ഈ രണ്ട് വാല്യൂസും ഈക്വൽ ആണ്, അതുകൊണ്ട് അവിടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും എന്ന് പറയാം അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം എഫ് ഓഫ് -3 ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു -3 എഫ് ഓഫ് എക്സ് ആണ്. Therefore എഫ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 5x - 3 ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു -3 എന്നും എഴുതി. ഇനി അടുത്ത പോയിന്റ് എക്സ് ഈക്വൽ ടു 5 എന്നാണ് തന്നിരിക്കുക. സോ എഫ് ഓഫ് 5 കണ്ടുപിടിക്കുമ്പോൾ നമുക്കവിടെ 5 × 5 -3 എന്ന് വരും. സോ നമുക്ക് 25 - 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 22 എന്നാണ് നമുക്ക് കിട്ടുക. ഇതിന് ശേഷം നമുക്കവിടെ ലിമിറ്റ് കണ്ടുപിടിക്കണം. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 എഫ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 ഫംഗ്ഷന് മാറ്റമൊന്നുമില്ല, 5x - 3 തന്നെയാണ്. അവിടെ കൊണ്ടുപോയിട്ട് വാല്യൂ കൊടുക്കുമ്പോൾ 5 × 5 -3 എന്ന് പറഞ്ഞു. സോ 25 - 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 22 എന്ന് തന്നെയാണ് അവിടെയും കിട്ടുന്നത് അല്ലേ. അപ്പോൾ അവിടെയും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്നാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് എഴുതാം എഫ് ഓഫ് 5 ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 എഫ് ഓഫ് എക്സ്. Therefore എഫ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 5x - 3 ഈസ് കണ്ടിന്യൂസ് അല്ലേ, ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 5 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ നോക്കുക, നമുക്ക് തന്നിരിക്കുന്ന 3 പോയിന്റ്സിലും നമുക്ക് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്ന് തന്നെയാണ് കിട്ടുന്നത്. ഇനി നോക്കുക, ഇതല്ലാത്ത ഏത് പോയിന്റ് എടുത്താലും ഉറപ്പായിട്ടും അവിടെയൊക്കെ പോളിനോമിയൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഉറപ്പായിട്ടും അത് കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ നമ്മളോട് ഇവിടെ എടുത്ത് ചോദിച്ചുകൊണ്ട് നമ്മൾ ഇത്രയും സ്റ്റെപ്പ് എഴുതുന്നു, അല്ലെങ്കിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റണം പോളിനോമിയൽ ഫംഗ്ഷൻസ് എല്ലാം എല്ലാ പോയിന്റ്സിലും കണ്ടിന്യൂസ് ആണെന്നും നമുക്കറിയണം.
രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇവിടെ നമുക്ക് എഫ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2x സ്ക്വയർ മൈനസ് 1 എന്ന ഫംഗ്ഷൻ്റെ എക്സ് ഈക്വൽ ടു 3യിലുള്ള കണ്ടിന്യൂറ്റി ആണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഡയറക്റ്റ്ലി എഫ് ഓഫ് 3 അല്ലേ, നമുക്കിവിടെ പോയിന്റ് തന്നിരിക്കുന്നത് 3 ആണ്. സോ എഫ് ഓഫ് 3 കണ്ടുപിടിക്കാം. അത് നോക്കിയപ്പോൾ നമ്മൾ 2 ഇൻറ്റു 3 സ്ക്വയർ മൈനസ് 1 എന്ന് വന്നു. നമുക്കവിടെ 2 ഇൻറ്റു 9 മൈനസ് 1, സോ 18 മൈനസ് 1, നമുക്കവിടെ 17 എന്നാണ് കിട്ടുന്നത്. ഇനി നമ്മൾ ലിമിറ്റ് കണ്ടുപിടിക്കുമ്പോഴോ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 3 തന്നെയാണ്. ദെൻ എഫ് ഓഫ് എക്സ് എന്നാണ് വന്നിരിക്കുക. അങ്ങനെ നോക്കിയപ്പോൾ ഫംഗ്ഷൻ ഇത് തന്നെയാണല്ലേ, ഫംഗ്ഷന് മാറ്റമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഫംഗ്ഷൻ അവിടെ 2x സ്ക്വയർ മൈനസ് 1 എന്ന് കൊടുത്തു. ലിമിറ്റ് കാണാനായിട്ട് ഇവിടെ 3 തന്നെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കവിടെ 2 ഇൻറ്റു 3 സ്ക്വയർ മൈനസ് 1, സോ 2 ഇൻറ്റു 9 മൈനസ് 1, 18 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 17 എന്ന് കിട്ടി. നോക്കുക രണ്ട് വാല്യൂസും സെയിം തന്നെയാണല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം എഫ് ഓഫ് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 3 എഫ് ഓഫ് എക്സ്, therefore എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അല്ലേ. എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 3 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ നോക്കുക ഇവിടെയും പോളിനോമിയൽ ഫംഗ്ഷൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ടും അവിടെ കണ്ടിന്യൂസ് ആയിരിക്കും. ഇനി ഇവിടെ നമുക്ക് ലിമിറ്റ് കാണുമ്പോൾ വേറെ രീതിയിൽ വാല്യൂസ് ഒക്കെ വരാൻ സാധ്യത, ഫംഗ്ഷനെ സ്പ്ലിറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ മുതലുള്ള ക്വസ്റ്റ്യൻസിൽ ഫംഗ്ഷൻ ഏതെങ്കിലും പോയിന്റിലൊക്കെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള കേസിലാണ് നമുക്ക് കൺഫ്യൂഷൻ വരേണ്ട കാര്യമുള്ളൂ. ഇവിടെയൊക്കെ ഡയറക്റ്റ്ലി കണ്ടിന്യൂസ് എന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇവിടെ നമ്മളോട് കുറച്ച് ഫംഗ്ഷൻസ് തന്നിട്ട് അവയുടെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ ഞാനിവിടെ ആദ്യത്തെ 2 സപ്പോസിഷൻസ് ആണ് എഴുതിയിരിക്കുക. നമുക്ക് ഇനി 2 ഉണ്ട്. അപ്പോൾ നോക്കുക, ഈ കേസിൽ നമുക്കവിടെ പോയിന്റ് എടുത്ത് തന്നിട്ടില്ല അല്ലെ, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റിൽ കണ്ടിന്യൂറ്റി അല്ല ചോദിച്ചിരിക്കുന്നത്, ആ ഫംഗ്ഷൻ മൊത്തത്തിൽ കണ്ടിന്യൂസ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളവിടെ ജനറലായിട്ട് ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എ എന്നോ സി എന്നൊക്കെ പറഞ്ഞ് ജനറലായിട്ടൊരു പോയിന്റ് എടുക്കാം. അപ്പോൾ ഞാനിവിടെ എ എന്നാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എന്ത് കണ്ടുപിടിക്കണം, എനിക്ക് എഫ് ഓഫ് എ ഞാൻ കണ്ടുപിടിക്കണം. ഒപ്പം ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സും ഞാൻ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എഫ് ഓഫ് എ കാണുമ്പോൾ ഫംഗ്ഷൻ ഇതാണ്, അവിടെ എക്സിൻ്റെ അവിടെ ഞാൻ എന്ത് കൊടുക്കണം, എ എന്ന് കൊടുക്കണം. സോ എനിക്ക് എ മൈനസ് 5 എന്നാണ് കിട്ടുക. അതിനുശേഷം ഞാൻ ലിമിറ്റ് കാണുമ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവിടെ നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. സോ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ, എനിക്ക് അവിടെ എക്സ് മൈനസ് 5 എന്നുള്ളതാണ് എൻ്റെ എഫ് ഓഫ് എക്സ്. അത് കണ്ടുപിടിക്കാൻ ഞാൻ എക്സിന് എന്ത് ചെയ്യണം, എ എന്ന് കൊടുക്കണം. സോ എനിക്ക് എ മൈനസ് 5 എന്ന് കിട്ടി. അപ്പോൾ രണ്ട് വാല്യൂസും സെയിം തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം ഇവിടെ എഫ് ഓഫ് എ ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് എന്ന് കിട്ടി. അങ്ങനെ നോക്കിയപ്പോൾ ഫംഗ്ഷൻ എ എന്ന് പറഞ്ഞ പോയിന്റിൽ കണ്ടിന്യൂസ് ആണ് എന്നാണ് അർത്ഥം. ആ എ എന്ന് പറഞ്ഞത് എന്തും വരാം അല്ലെ, ഈ ഡൊമൈനിലുള്ള അല്ലെങ്കിൽ ഈ ഫംഗ്ഷൻ്റെ ഡൊമൈനിലുള്ള ഏത് വാല്യൂവും നമുക്ക് എ ആയിട്ട് വരാം. അതുകൊണ്ട് നമുക്ക് പറയാം ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മൊത്തത്തിൽ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് എന്ന് പറയാം. അതുകൊണ്ട് നമുക്ക് എഴുതാം therefore എഫ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 5 ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഇനി നോക്കുക, രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്നത് എഫ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 5 എന്നാണ്. അവിടെ എക്സ് നോട്ട് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ്റെ ഡൊമൈനിൽ 5 ഇല്ല എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ എക്സ് ഒരിക്കലും 5 ആയിട്ട് വരില്ല എന്നാണ് തന്നിരിക്കുക. അപ്പോൾ ഇവിടെയും നമ്മൾ പോയിന്റിനെ എ എന്ന് തന്നെ എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടുത്തെ കേസിൽ എഫ് ഓഫ് എ കണ്ടുപിടിക്കുമ്പോൾ 1 ഡിവൈഡ് ബൈ എക്സിൻ്റെ അവിടെ ഞാൻ എ എന്ന് കൊടുത്താൽ എ മൈനസ് 5 എന്നാണ് വരുന്നത്. ഇനി ഞാൻ അവിടെ ലിമിറ്റ് കണ്ടുപിടിക്കണം. സോ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് കാണണം അല്ലേ. എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 5 തന്നെയാണ്. അവിടെ ലിമിറ്റ് കാണാനും ഞാൻ എക്സിന് എ തന്നെ കൊടുക്കണം. അപ്പോൾ എനിക്ക് അവിടെ എ മൈനസ് 5 എന്ന് കിട്ടി. ഈ രണ്ട് വാല്യൂസും സെയിം ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ ഏതൊരു എക്കും 5 അല്ലാത്ത ഏതൊരു എകൾക്കും എന്തായിരിക്കും, അത് കണ്ടിന്യൂസ് ആയിരിക്കും. അങ്ങനെ വന്നപ്പോൾ നോക്കുക 5-ൽ ഇയാളില്ല അല്ലേ, ഡൊമൈനിൽ 5 ഇല്ല. അപ്പോൾ നോക്കുമ്പോൾ ഫംഗ്ഷൻ അയാളുടെ ഡൊമൈനിലുള്ള എല്ലാ പോയിന്റ്സിലും കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ നമ്മൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്നാണ് പറയുക. അപ്പോൾ നോക്കുക, ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്ന് പറയുമ്പോൾ ആ ഫംഗ്ഷനിലെ ഡൊമൈനിലുള്ള എല്ലാ പോയിന്റ്സിലും കണ്ടിന്യൂസ് ആവണം എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും ഇതും കണ്ടിന്യൂസ് എന്ന് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം എഫ് ഓഫ് എ ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് therefore എഫ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 5 ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. അപ്പോൾ നോക്കുക, നമ്മൾ കണ്ടിന്യൂറ്റിനെ കുറിച്ച് പറയുമ്പോൾ അത് അവിടെയുള്ള ഡൊമൈനിലുള്ള എല്ലാ പോയിന്റ്സിലും കണ്ടിന്യൂസ് ആണോ എന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ, ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ
എഫ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 25 ഡിവൈഡ് ബൈ എക്സ് പ്ലസ് 5 എന്നാണ്. അപ്പോൾ നോക്കുക എക്സ് എന്ന് പറയുന്നത് -5 ആകില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ എക്സ് -5 ആയിക്കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ 0 ആയിട്ട് പോകും. അതുകൊണ്ട് അവിടെ ഡൊമൈനിൽ -5 എന്ന് പറഞ്ഞ വാല്യൂ ഇല്ല. ഇനി നോക്കാം നമുക്കിവിടെ എക്സ് സ്ക്വയർ മൈനസ് 25 നമുക്ക് എ പ്ലസ് ബിൻ്റെ എ മൈനസ് ബി എന്ന രീതിയിൽ എക്സ് പ്ലസ് 5 ഇൻറ്റു എക്സ് -5 എന്ന് എഴുതാനായിട്ട് പറ്റും. താഴെ നമുക്ക് എക്സ് പ്ലസ് 5 ഉണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇയാളെ കട്ട് ചെയ്ത് എക്സ് പ്ലസ് 5 നമ്മൾ കട്ട് ചെയ്തു. സോ ബാക്കി ആരേ ഉള്ളൂ അവിടെ എക്സ് -5 എന്നാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഇപ്പോൾ ഇനി ഇയാളുടെ കണ്ടിന്യൂറ്റി നോക്കുക. നമുക്ക് ഏതെങ്കിലും പോയിന്റ് നമ്മൾ എ തന്നെ എന്ന് തന്നെ എടുക്കാറ് ഇവിടെ. അപ്പോൾ എഫ് ഓഫ് എ എന്ന് എടുക്കുമ്പോൾ ഇവിടെ നമ്മൾ എ എന്ന് കൊടുത്തു, എനിക്ക് എ -5 എന്ന് കിട്ടി. ഇനി ഞാൻ ലിമിറ്റ് കണ്ടുപിടിക്കുമ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ അത് എക്സ് -5 ആണ്. അയാളെ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും, എക്സിന് പകരം എ എന്ന് കൊടുക്കും. സോ എ -5 എന്ന് കിട്ടി. അപ്പോൾ നോക്കുക ഇത് രണ്ടുപേരും ഈക്വൽ ആണല്ലേ. നമുക്ക് എഫ് ഓഫ് എ ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് എന്നാണ് കിട്ടുന്നത്. അങ്ങനെ നോക്കുമ്പോൾ എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണ്. എവിടെ ഈ ഫംഗ്ഷൻ്റെ ഡൊമൈനിലുള്ള എല്ലാ പോയിന്റ്സിലും ഇയാൾ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഡൊമൈനിലുള്ള എല്ലായിടത്തും കണ്ടിന്യൂസ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഇയാളെ നമുക്ക് കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് വിളിക്കാം. അതുകൊണ്ട് നമ്മൾ എഴുതും therefore എഫ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 25 ഡിവൈഡ് ബൈ എക്സ് പ്ലസ് 5 ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഇനി നമുക്ക് അവിടെ അടുത്ത് തന്നിരിക്കുന്നത് എഫ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡ് ഓഫ് എക്സ് -5 എന്നാണ്. ഇതുപോലെ തന്നെ നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് എഫ് ഓഫ് എ കണ്ടുപിടിക്കും. പോയിന്റ് എ ആണെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ കണ്ടുപിടിക്കുമ്പോൾ എക്സിന് പകരം എ കൊടുത്തു. സോ മോഡ് ഓഫ് എ -5 എന്നാണ് കിട്ടിയത്. ഇനി നമ്മൾ എന്ത് ചെയ്യും, ലിമിറ്റ് കണ്ടുപിടിക്കും. സോ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് കാണുമ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ അവിടെ നമുക്ക് മോഡ് ഓഫ് ഇവിടെ നമുക്ക് ഫംഗ്ഷൻ എന്താണ് എക്സ് -5 ആണ്. ആ ലിമിറ്റ് കാണാനായിട്ട് എക്സിനവിടെ എ എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് മോഡ്ലെസ് ഓഫ് എ -5 എന്ന് കിട്ടും. രണ്ട് വാല്യൂസും ഈക്വൽ ആണ്. അതുകൊണ്ട് നമുക്ക് എഫ് ഓഫ് എ ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് എന്ന് പറയാം. അങ്ങനെ നോക്കിയപ്പോൾ ഇയാളും കണ്ടിന്യൂസ് എന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. therefore എഫ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡ് ഓഫ് എക്സ് -5 ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ അല്ലേ, ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. അപ്പോൾ നോക്കുക നമുക്ക് ഈ സപ്പോസ് തന്നിരുന്ന 4 ഫംഗ്ഷൻസും കണ്ടിന്യൂസ് എന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ നമുക്ക് എഫ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു എൻ എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു എന്നിൽ കണ്ടിന്യൂസ് ആണ് എന്ന് പ്രൂവ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് പോയിന്റ് എൻ എന്നാണ് തന്നിരിക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, എഫ് ഓഫ് എൻ കണ്ടുപിടിക്കുക. അപ്പോൾ നോക്കി ഫംഗ്ഷനിൽ എക്സിന് പകരം എൻ എന്ന് കൊടുക്കണം. സോ എൻ ടു ദ പവർ എൻ എന്നാണ് കിട്ടുക അല്ലേ. എക്സിന് പകരം എൻ എന്ന് കൊടുത്തു, എന്നിന് മാറ്റമൊന്നുമില്ല. സോ എൻ ടു ദ പവർ എൻ എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ലിമിറ്റ് കാണണം. എവിടത്തെ എക്സ്റ്റെൻസ് ടു എന്നിൽ അല്ലേ, അവിടുത്തെ ഫംഗ്ഷൻ്റെ ലിമിറ്റ് കാണണം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എൻ. അവിടെ നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് റേസ് ടു എൻ തന്നെയാണ്. അപ്പോൾ ആ ലിമിറ്റ് കാണാനും എക്സിന് എന്തെന്നാണ് കൊടുക്കുന്നത്, നമ്മൾ എൻ എന്നാണ് കൊടുക്കുക. സോ അവിടെ നമുക്ക് എൻ ടു ദ പവർ എൻ എന്നാണ് കിട്ടുന്നത്. അപ്പോൾ രണ്ട് വാല്യൂസും ഈക്വൽ ആണല്ലേ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എൻ തന്നെയാണ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എൻ എഫ് ഓഫ് എക്സ് എന്നാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഉറപ്പായിട്ടും ഈ ഫംഗ്ഷൻ എന്നിൽ കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എഴുതാം therefore f of x that is equal to x raised to n is continuous അല്ലേ, is continuous at x equal to n. അപ്പോൾ ഇതാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ നമുക്ക് ഫംഗ്ഷൻ തന്നിട്ട് ആ ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു 0 എക്സ് ഈക്വൽ ടു 1 എക്സ് ഈക്വൽ 2 കണ്ടിന്യൂസ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കുക ഫംഗ്ഷൻ തന്നിരിക്കുന്നതിൻ്റെ അകത്ത് ഫംഗ്ഷൻ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് തന്നിരിക്കുന്നത്. എക്സ് ഈക്വൽ ടു 1 ഫംഗ്ഷനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്താണല്ലോ നമുക്കിവിടെ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം എക്സ് ഈക്വൽ ടു 0യുടെ കേസ് നമുക്ക് എടുത്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എഫ് ഓഫ് 0 കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ എഫ് ഓഫ് 0 കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കുക അവിടെ ഫംഗ്ഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോക്കുമ്പോൾ എക്സ് ലെസർ ദാൻ ഓർ ഈക്വൽ ടു 1 എക്സ് എന്നാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ എക്സ് എന്ന് പറഞ്ഞാൽ 0 ആണല്ലേ. എഫ് ഓഫ് 0 എന്ന് പറയുമ്പോൾ എക്സ് ഈക്വൽ ടു 0 ഫംഗ്ഷൻ്റെ വാല്യൂ എന്ത് എന്നാണ് നോക്കുന്നത്. അപ്പോൾ നോക്കിയപ്പോൾ 0 ഈസ് ലെസ് ദാൻ 1 എന്നാണ്. ആ കേസിൽ ഫംഗ്ഷൻ എന്താണ്, എക്സ് ആണ്. നമ്മുടെ ഇപ്പോഴത്തെ എക്സ് എന്താണ്, 0 ആണ്. അതുകൊണ്ട് എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ നമുക്കവിടെ 0 എന്നാണ് കിട്ടുന്നത്. ഇനി നമ്മളവിടെ ലിമിറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ കേസിൽ എന്താണ് അവിടെ ഫംഗ്ഷൻ സ്പ്ലിറ്റ് ചെയ്ത് തന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും സെപ്പറേറ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് LHL കണ്ടുപിടിക്കുകയാണ് എവിടത്തെ 0 അല്ലേ. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ എഴുതുമ്പോൾ ഇങ്ങനെയാണ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു
0 മൈനസ് എഫ് ഓഫ് എക്സ് എന്നാണ് നമ്മൾ എഴുതുക. അതിൻ്റെ അർത്ഥം എക്സ് വാല്യൂ ഈസ് ജസ്റ്റ് ലെസ് ദാൻ 0 അല്ലെങ്കിൽ നെഗറ്റീവ് സൈഡിൽ നിന്നും എക്സ് അപ്രോച്ചസ് ടു 0 എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് വാല്യൂസ് ആർ ജസ്റ്റ് ലെസ് ദാൻ 0 എന്ന് തന്നെയാണ്. അങ്ങനെ നോക്കിയപ്പോൾ ഫംഗ്ഷൻ എന്താണ് എന്ന് നോക്കണം. അപ്പോൾ ആ കേസിൽ ഫംഗ്ഷൻ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത് 1-ലാണ് അല്ലേ. അപ്പോൾ 0ക്ക് തൊട്ട് മുമ്പും 0ക്ക് തൊട്ട് ശേഷവും ഫംഗ്ഷൻ എന്ത് തന്നെയാണ്? എക്സ് തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ എഫ് ഓഫ് എക്സ് ആയിട്ട് എടുക്കേണ്ടത് എക്സിനെ തന്നെയാണ്. തന്നെ എഴുതുമ്പോൾ നമ്മൾ ലിമിറ്റ് എക്സ്റ്റെൻസ് 0 എക്സ് എന്നെടുത്തു. നോക്കുക, ഇവിടെ ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നെഗറ്റീവ് സൈൻ ഇട്ടിരിക്കുന്നത്. അത് ഫംഗ്ഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. അവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എക്സിന് 0 എന്നാണ്. ഈ എക്സ് വരാൻ കാരണം അവിടെ ഫംഗ്ഷൻ വെൻ എക്സ് ഈസ് ലെസ് ദാൻ 1 എന്ന് പറയുമ്പോൾ അത് എക്സ് എന്നാണ് ഫംഗ്ഷൻ തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ എക്സ് വന്നത്. ദെൻ നമ്മളവിടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് എക്സിന് 0 എന്ന് കൊടുത്തു. അപ്പോൾ നമുക്കവിടെ 0 എന്നാണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കിട്ടണത്. ഇതുപോലെ നമ്മളിനി റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കണം. എവിടുത്തെ ആ പോയിന്റ് അല്ലേ എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 പ്ലസ് എന്നാണ് നമ്മൾ എഴുതുക. ദെൻ എഫ് ഓഫ് എക്സ് എന്ന് വന്നു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0. ഇനി നോക്കുക, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കാണുമ്പോൾ എക്സ് വാല്യൂസ് ആർ ജസ്റ്റ് ഗ്രേറ്റർ ദാൻ 0 എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ പോസിറ്റീവ് സൈഡിൽ നിന്നും 0യിലോട്ട് അപ്രോച്ച് ചെയ്യണം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നോക്കുക, എക്സ് വാല്യൂസ് അത് ജസ്റ്റ് ഗ്രേറ്റർ ദാൻ 0 ആണല്ലേ. അപ്പോഴും അത് ലെസ് ദാൻ 1 തന്നെ ആയിരിക്കും. അവിടെയും ഫംഗ്ഷൻ എന്ത് തന്നെയാണ്? എക്സ് തന്നെയാണ്. സോ അവിടെ നമുക്ക് എഫ് ഓഫ് എക്സിന് പകരം എക്സ് എന്ന് കൊടുക്കാനായിട്ട് പറ്റി. ആ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ എക്സ് എടുത്ത് ഇവിടെ ഇട്ട് കൊടുക്കും അല്ലേ എന്ന് പറഞ്ഞാൽ ആ 0 എന്നാണ് കിട്ടണത്. അപ്പോൾ നോക്കുക, എഫ് ഓഫ് 0 ആണ്. രണ്ട് ലിമിറ്റുകളും 0 ആണ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വാല്യൂ എന്ത് തന്നെയാണ്? 0 എന്ന് തന്നെയാണ് കിട്ടിയിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാനായിട്ട് പറ്റും. എഫ് ഓഫ് 0 ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എഫ് ഓഫ് എക്സ് അല്ലേ. കാരണം രണ്ട് ലിമിറ്റും 0 ആയതുകൊണ്ട് അവിടുത്തെ ലിമിറ്റിൻ്റെ വാല്യൂ 0 തന്നെയാണ്. അങ്ങനെ നോക്കിയപ്പോൾ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. എവിടെ? എക്സ് ഈക്വൽ ടു 0 അതുകൊണ്ട് നമുക്ക് എഴുതാം therefore എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അല്ലേ. ഇറ്റ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0 എന്നാണ് വരുന്നത്. ഇനി നമ്മൾ അടുത്ത പോയിന്റ് അല്ലേ, എക്സ് ഈക്വൽ ടു 1 എടുക്കും. അവിടെയാണ് നമുക്ക് മാറ്റം വരിക. കാരണം ഫംഗ്ഷൻ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത് 1-ലാണ്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ നമ്മൾ എഫ് ഓഫ് 1 കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കിയപ്പോൾ ഇവിടെയാണ് ഈക്വൽ സൈൻ അല്ലേ. 1 ആകുമ്പോൾ ഇതാണ് ഫംഗ്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് എക്സ് ആണ്. ആ എക്സിൽ 1 കൊടുക്കുമ്പോൾ എനിക്ക് 1 എന്നാണ് എഫ് ഓഫ് 1ൻ്റെ വാല്യൂ കിട്ടുക. ഇനി ഞാൻ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കണം. സോ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് എന്നാണ് നമ്മൾ എഴുതുക. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 എന്ന് എഴുതി. ഇനി ആ ഫംഗ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ നോക്കുക, എക്സ് വാല്യൂസ് ആർ ജസ്റ്റ് ലെസ് ദാൻ 1 അല്ലെങ്കിൽ നെഗറ്റീവ് സൈഡിൽ നിന്നും 1-ലോട്ട് വരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അവിടെ എക്സ് ജസ്റ്റ് ലെസ് ദാൻ 1 എന്ന് വരുമ്പോൾ ഫംഗ്ഷൻ എന്താണ്? ഫംഗ്ഷൻ അത് എക്സ് ആണ്. ആ വാല്യൂ കാണാനായിട്ട് നമ്മൾ ഇവിടെ എന്ത് കൊടുക്കണം? 1 ഇട്ട് കൊടുക്കണം. സോ എനിക്ക് 1 എന്നാണ് ആ വാല്യൂ കിട്ടുന്നത്. അതിനുശേഷം ഞാൻ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കാണുമ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 എന്ന് പറഞ്ഞു. ഇനി നോക്കുക, അവിടുത്തെ ഫംഗ്ഷൻ എടുക്കുമ്പോൾ എക്സ് വാല്യൂസ് ആർ ജസ്റ്റ് ഗ്രേറ്റർ ദാൻ 1 എന്നാണ് അല്ലെ. 1-നെക്കാളും ജസ്റ്റ് ഗ്രേറ്റർ എന്ന് പറയുമ്പോൾ അവിടെ ഫംഗ്ഷൻ പിന്നെ എക്സ് അല്ല, ഫംഗ്ഷൻ പിന്നെ 5 എന്നാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് ഇവിടെ എഫ് ഓഫ് എക്സിന് പകരം ഞാൻ 5 എന്ന് വേണം എഴുതാനായിട്ട്. ഇനി നോക്കുക, ഇനി എക്സ് 1-ലോട്ട് പോയാലും ഇവിടെ ഇത് കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് ആ ലിമിറ്റിന്റെ വാല്യൂ നമുക്ക് 5 എന്നാണ് കിട്ടുക. അപ്പോൾ നോക്കുക, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് അല്ല റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കണം എന്ന് പറഞ്ഞാൽ ആ പോയിന്റിൽ നമുക്ക് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് തന്നെ മനസ്സിലായി. അപ്പോൾ അതൊരിക്കലും 1-നോട് ഈക്വൽ അല്ല. അതുകൊണ്ട് ഈ കേസിൽ ഉറപ്പായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും അവിടെ ഡിസ്കണ്ടിന്യൂസ് എന്നാണ് എന്ന് പറയാം. അതുകൊണ്ട് നമുക്ക് എഴുതാം therefore എഫ് ഓഫ് എക്സ് ഈസ് ഡിസ്കണ്ടിന്യൂസ് അല്ലേ. അവിടെ ഡിസ്കണ്ടിന്യൂസ് എന്നാണ് നമുക്ക് കിട്ടുക. എവിടെ? എക്സ് ഈക്വൽ ടു 1-ൽ ഡിസ്കണ്ടിന്യൂസ് എന്നാണ് കിട്ടുക. ഇനി നമുക്ക് അടുത്ത പോയിന്റിൽ നോക്കണം. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു 2-ൽ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മളവിടെ എഫ് ഓഫ് 2 കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കുമ്പോൾ എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 1 എന്നല്ലേ. കാരണം എന്താ? 2 ഈസ് ഗ്രേറ്റർ ദാൻ 1 എന്നാണ്. ആ കേസിൽ ഫംഗ്ഷൻ എന്താണ്? അത് 5 ആണ്. സോ എഫ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ 5 എന്നാണ് നമുക്ക് അവിടെ വാല്യൂ കിട്ടുക. ഇത് നമ്മുടെ ലിമിറ്റ് കണ്ടുപിടിക്കുമ്പോൾ LHL ലിമിറ്റ് എക്സ്റ്റെൻസ് ടു
2 minus f of x that is equal to limit x tends to 2. ഇനി നോക്കുക അവിടെ എക്സ് വാല്യൂസ് ജസ്റ്റ് ലെസ് ദാൻ 2 എന്നാണ് അല്ലേ. അപ്പോൾ നോക്കുക അവിടെ ഫംഗ്ഷൻ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്ന 1ലാണ്. എക്സ് വാല്യൂ ജസ്റ്റ് ലെസ് ദാൻ 2 ആണെങ്കിലും അത് ഉറപ്പായിട്ടും ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. അപ്പോൾ ആ കേസിൽ ഫംഗ്ഷൻ എന്ത് തന്നെയാണ്, അത് 5 തന്നെയാണ്. അഥവാ ഈ ലിമിറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് 5 എന്നാണ് കിട്ടുക. ഇനി നമ്മൾ RHL കണ്ടുപിടിച്ച് നോക്കുമ്പോൾ RHL കിട്ടും ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സ് എന്നാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2. ഇനി എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് നോക്കുക. എക്സ് വാല്യൂസ് ജസ്റ്റ് ഗ്രേറ്റർ ദാൻ 2 എന്ന് പറയുമ്പോൾ ഇതേ കണ്ടീഷൻ തന്നെയാണ്. ഫംഗ്ഷൻ അവിടെ 5 ആണ്. ഇപ്പോൾ ലിമിറ്റിൻ്റെ വാല്യൂ നമുക്ക് 5 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ നോക്കുക ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് 5 ആണ്. അത് തന്നെയാണ് ഇവിടുത്തെ എഫ് ഓഫ് 2ൻ്റെ വാല്യൂ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാം ഈക്വൽ ആയതുകൊണ്ട് ആ പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് എഴുതാം therefore f of x is continuous അല്ലേ. therefore the function is continuous at x equal to 2. അപ്പോൾ നോക്കുക എവിടെയാണോ ഫംഗ്ഷൻ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത് അവിടെയാണ് ഒരു ഡിസ്കണ്ടിന്യൂറ്റിക്ക് ഒരു ചാൻസ് ഉള്ളൂ. ബാക്കി എല്ലായിടത്തും ഉറപ്പായിട്ടും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. ഈ കേസിൽ ആ പോയിന്റിൽ എവിടെ x equal to 1ൽ ഡിസ്കണ്ടിന്യൂസ് എന്നാണ് കിട്ടിയത്. എല്ലായിടത്തും അങ്ങനെ കിട്ടണമെന്നില്ല, ചിലയിടത്ത് കണ്ടിന്യൂസ് ആകാം. പക്ഷേ ഈ കേസിൽ നമുക്ക് ഡിസ്കണ്ടിന്യൂസ് എന്ന് കിട്ടി. അപ്പോൾ നോക്കുക 1 അല്ലാത്ത ഏത് പോയിന്റ് എടുത്താലും അവിടെയൊക്കെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും എന്നാണ് നമുക്ക് കിട്ടുക. 6 മുതൽ 12 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ അവിടുത്തെ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുക. അപ്പോൾ 6ാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് ഫംഗ്ഷൻ ഇങ്ങനെയാണ് തന്നിരിക്കുക. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് അത് 2x + 3 ആണ് വെൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. ദെൻ ദാറ്റ് ഈസ് 2x - 3 വെൻ എക്സ് ഗ്രേറ്റർ ദാൻ 2 എന്നുമാണ് തന്നിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എന്താണെങ്കിലും ഫംഗ്ഷൻ 2 അല്ലാത്ത എല്ലായിടത്തും അത് കണ്ടിന്യൂസ് ആയിരിക്കും. കാരണം ഇത് പോളിനോമിയൽ ഫംഗ്ഷനാണ്, ഇതും പോളിനോമിയൽ ഫംഗ്ഷനാണ്. അതുകൊണ്ട് ഫംഗ്ഷൻ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്ന 2 അല്ലാത്ത എല്ലായിടത്തും ഫംഗ്ഷൻ ഉറപ്പായിട്ടും കണ്ടിന്യൂസ് ആയിരിക്കണം. ഇനി ഇതിന് ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ അതെവിടെയായിരിക്കും, അതിന് സാധ്യത x equal to 2ലാണ്. അതുകൊണ്ട് എവിടെയാണോ ഫംഗ്ഷൻ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത് അവിടുത്തെ കണ്ടിന്യൂറ്റിയാണ് നമ്മൾ ചെക്ക് ചെയ്യുക. അവിടെ ഡിസ്കണ്ടിന്യൂസ് ആണെങ്കിൽ ആ പോയിന്റിൽ മാത്രം ഈ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും, ബാക്കി എല്ലായിടത്തും കണ്ടിന്യൂസ് ആയിരിക്കും. ഇനിയോ ഇവിടെ ഇത് കണ്ടിന്യൂസ് ആണെങ്കിൽ ഉറപ്പായിട്ടും ആ ഫംഗ്ഷൻ എല്ലായിടത്തും കണ്ടിന്യൂസ് ആയിരിക്കും എന്നുമാണ് നമുക്ക് കിട്ടുക. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻസിലൊക്കെ എവിടെയാണോ ഫംഗ്ഷൻ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത് അവിടുത്തെ കണ്ടിന്യൂറ്റിയാണ് നമ്മൾ ചെക്ക് ചെയ്യുക. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ x equal to 2ലാണ് ഫംഗ്ഷൻ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആദ്യം എഫ് ഓഫ് 2 കണ്ടുപിടിക്കും. എഫ് ഓഫ് 2 കാണുമ്പോൾ ഈക്വൽ സൈനുള്ള ഇവിടെയാണ് അല്ലേ. അപ്പോൾ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ 2x + 3 ആണ് വെൻ x equal to 2. അതുകൊണ്ട് ഇവിടെയാണ് നമുക്ക് എക്സിന് 2 എന്ന് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ 2 × 2 + 3 എന്ന് പറഞ്ഞു. നമുക്കിവിടെ 4 + 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 7 എന്നാണ് കിട്ടുക. ഇനി നമ്മൾ ലിമിറ്റ് കണ്ടുപിടിക്കണം. നമ്മൾ LHLും RHLും അല്ലേ, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. എഴുതുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിൽ നമ്മൾ LHL എന്നാണ് എഴുതുക. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നമ്മൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് ആദ്യം എഴുതും. അപ്പോൾ ഇവിടെ നമ്മൾ സിമ്പിൾ കൊടുക്കുന്നത് എക്സ് ലെസ് ദാൻ 2 ആണ് എന്ന് മനസ്സിലാക്കാനാണ്, അല്ലെങ്കിൽ നെഗറ്റീവ് സൈഡിൽ നിന്നും 2ലോട്ടാണ് എക്സ് വരുന്നത് എന്ന് മനസ്സിലാക്കാനാണ്. അപ്പോൾ അങ്ങനെ എഴുതിയപ്പോൾ അടുത്തതിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എന്നാക്കി. ഇനി നമുക്ക് ഫംഗ്ഷൻ വേണം. സോ വെൻ എക്സ് ലെസ് ദാൻ 2 എന്ന് പറയുമ്പോൾ ഫംഗ്ഷൻ എന്താണ്, അത് 2x + 3 ആണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് അവിടെ എക്സിന് 2 എന്ന് കൊടുക്കണം. സോ 2 × 2 + 3 എന്ന് പറഞ്ഞു. സോ നമുക്ക് 4 + 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 7 എന്ന് തന്നെയാണ് നമുക്ക് അവിടെ കിട്ടിയിരിക്കുക. ഇനി നമ്മൾ റൈറ്റ് ഹാൻഡ് ലിമിറ്റാണ് കണ്ടുപിടിക്കുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 + എഫ് ഓഫ് എക്സ് എന്ന് എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2. ഇനി നോക്കുക എക്സ് ഈസ് ജസ്റ്റ് ഗ്രേറ്റർ ദാൻ 2 എന്നാണ് വന്നിരിക്കുന്നത്. അങ്ങനെ വരുന്ന കേസിൽ ഫംഗ്ഷൻ എന്താണ്, അത് 2x - 3 ആണ്. അപ്പോൾ നമ്മളിവിടെ 2x - 3 എന്ന് കൊടുത്തു. അവിടെ എക്സിന് 2 കൊടുക്കുമ്പോൾ നമുക്ക് 2 × 2 - 3 ദാറ്റ് ഈസ് ഈക്വൽ 4 - 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ നോക്കുക നമുക്ക് LHL 7 എന്നും RHL 1 എന്നുമാണ് കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ അവിടെ LHL അല്ല RHL എന്ന് പറഞ്ഞാൽ ലിമിറ്റ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ വരുമ്പോൾ ഫംഗ്ഷൻ അവിടെ കണ്ടിന്യൂസ് അല്ല എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് എഴുതിയേക്കാം ഇവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എഫ് ഓഫ് എക്സ് അല്ലേ. ഇയാളവിടെ എക്സിസ്റ്റ് ചെയ്യുന്നേ ഇല്ല അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം ഡസ് നോട്ട് എക്സിസ്റ്റ് ആണ്. അതുകൊണ്ട് ഇയാൾ ഡിസ്കണ്ടിന്യൂസ് ആണ്. ഇവിടെ 2 എന്ന് പറഞ്ഞ പോയിന്റിൽ മാത്രം, ബാക്കി എല്ലായിടത്തും ഇയാൾ എന്തായിരിക്കും, കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് നമുക്ക് എഴുതാം therefore f of x is discontinuous at x equal to 2. അപ്പോൾ അവിടെ മാത്രമാണ് ഇയാൾ ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് വരിക, ബാക്കി എല്ലായിടത്തും ഇത് കണ്ടിന്യൂസ് ആണ്.
ഏഴാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് ഫംഗ്ഷൻ തന്നിരിക്കുന്നത് 3 പാർട്ടായിട്ടാണ് തന്നിരിക്കുക. അപ്പോൾ ഫംഗ്ഷൻ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത് -3ലും 3യിലുമാണ്. അപ്പോൾ ഇവിടുത്തെ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ചോദിക്കുമ്പോൾ ബാക്കി എല്ലാ പോയിന്റ്സിലും കണ്ടിന്യൂസ് ആണെന്ന് അറിയാം. എന്ന് പറഞ്ഞാൽ -3യും 3യും അല്ലാത്ത എല്ലാ പോയിന്റ്സിലും ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. ഇനി ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടോ എന്ന് നോക്കാനായിട്ട് -3ലും 3യിലും നമ്മളെടുത്ത് ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ആദ്യം -3യിൽ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് വേണം? f of -3 കണ്ടുപിടിക്കണം. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ എക്സ് -3 ആകുമ്പോൾ ഫംഗ്ഷൻ എന്താണ്? അത് mod x + 3 ആണ്. അവിടെ എക്സിന് പകരം അവിടെ എന്ത് കൊടുക്കണം? -3 കൊടുക്കണം. സോ mod of -3 + 3 എന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 + 3 അല്ലേ എന്ന് പറഞ്ഞാൽ 6 എന്നാണ് നമുക്ക് അവിടെ കിട്ടുക. ഇനി നമ്മൾ എന്ത് ചെയ്യണം? -3യിലുള്ള ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കണം. അങ്ങനെ നോക്കിയപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു -3 ദെൻ ഇവിടെ ഒരു മൈനസ് സൈൻ ഇടുക അല്ലേ. എന്തിനാണ്? അത് LHL ആണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മൈനസ് സൈൻ ഇട്ടിരിക്കുക. ദെൻ f of x എന്ന് എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു അതിനുശേഷം നമ്മൾ എഴുതുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു -3. ഇനി നോക്കുക, അവിടെ എക്സ് ജസ്റ്റ് ലെസ് ദാൻ -3 എന്നാണ് ഇതിൻ്റെ അർത്ഥം. അങ്ങനെ വരുമ്പോൾ എക്സ് ലെസ് ദാൻ -3 വരുമ്പോൾ ഫംഗ്ഷൻ എന്ത് തന്നെയാണ്? അത് mod x + 3 തന്നെയാണ്. അവിടെ നമ്മൾ എക്സിന് പകരം -3 എന്ന് കൊടുത്തു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 3 + 3 6 എന്നാണ് നമുക്ക് LHL കിട്ടുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അവിടുത്തെ RHL കണ്ടുപിടിക്കണം. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു -3. ഇവിടെ നമ്മൾ പ്ലസ് എന്നിടുന്നതിൻ്റെ അർത്ഥം -3നേക്കാളും ഗ്രേറ്റർ ആണ് എക്സ്, അല്ലെങ്കിൽ പോസിറ്റീവ് സൈഡിൽ നിന്ന് വരുന്നു എന്ന് മനസ്സിലാക്കാനാണ് ഈ പ്ലസ് ഇട്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ മൈനസ് പറഞ്ഞു അത് ജസ്റ്റ് ലെസ് ദാൻ അല്ലെങ്കിൽ നെഗറ്റീവ് സൈഡിൽ നിന്ന് വരുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ അങ്ങനെ എഴുതുക. ദെൻ f of x ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു -3 എന്ന് എഴുതും. അതിനുശേഷം നമ്മൾ ആ പ്ലസ് സൈൻ അവിടെ എഴുതണില്ല. ഇനി നോക്കുക, ഫംഗ്ഷൻ എഴുതുമ്പോൾ ആ ഫംഗ്ഷൻ എക്സ് ജസ്റ്റ് ഗ്രേറ്റർ ദാൻ -3യിൽ വരുന്ന ഫംഗ്ഷൻ ആയിരിക്കണം. അങ്ങനെ നോക്കിയപ്പോൾ ഈ കേസിലാണ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ -3 എന്ന് വരുന്നത്. അപ്പോൾ ഫംഗ്ഷൻ എന്താണ്? അത് -2x ആണ് എന്ന് മനസ്സിലായി. അപ്പോൾ നമ്മളിവിടെ -2x എന്ന് കൊടുത്തു. ഇനി എക്സിന് എന്ത് ചെയ്യണം? -3 കൊടുക്കണം. സോ -2 × -3 എന്ന് പറഞ്ഞാൽ 6 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് LHL തന്നെയാണ് RHL എന്ന് പറഞ്ഞാൽ ലിമിറ്റിൻ്റെ വാല്യൂ ഉണ്ട്. അതെന്താണ്? അത് 6 ആണ്. അതേ വാല്യൂ തന്നെയാണ് f of -3 കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ -3യിൽ കണ്ടിന്യൂസ് ആണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നോക്കുക, ഇവിടെ നമ്മൾ ലിമിറ്റ് കണ്ടുപിടിച്ചപ്പോൾ LHLും RHLും കണ്ടുപിടിച്ചു, സെപ്പറേറ്റ് എടുത്തു. അപ്പോൾ ആ കേസിൽ ഇയാളെ നമുക്ക് ആവശ്യം വന്നിട്ടുണ്ടോ? അയാളെ വന്നിട്ടില്ല. നമ്മൾ -3യുടെ കേസ് വന്നപ്പോൾ ഇവർ രണ്ടുപേരും മാത്രമാണ് വന്നിരിക്കുക. അപ്പോൾ അങ്ങനെ കണ്ടുപിടിച്ചു, നമുക്ക് കണ്ടിന്യൂസ് ആണ് എന്ന് മനസ്സിലായല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം f of -3 ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു -3 f of x എന്നാണ്. അതുകൊണ്ട് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണല്ലേ. അപ്പോൾ f of x ഈസ് കണ്ടിന്യൂസ് അറ്റ് x ഈക്വൽ ടു -3 എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത പോയിന്റിൽ നോക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? f of 3 കണ്ടുപിടിച്ച് നോക്കും. f of 3 കാണുമ്പോൾ അവിടുത്തെ കേസിൽ ഇതാണല്ലേ എക്സ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞ് ഈ കേസാണ് വരുന്നത്. ഫംഗ്ഷൻ എന്ന് പറയുന്നത് 6x + 2 ആണ്. അവിടെയാണ് എക്സിന് ഞാൻ 3 കൊണ്ടേ കൊടുക്കുന്നത്. അപ്പോൾ 6 × 3 + 2 എന്നാണ് വരിക. സോ 18 + 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 20 എന്നാണ് നമുക്കവിടെ f of 3 കിട്ടണത്. ഇനി അവിടുത്തെ നമ്മൾ LHL ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കാണും. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 then ഇവിടെ സൈൻ ഇടും -f of x അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 3. ഈ കേസിൽ നോക്കുക, എക്സ് ഷുഡ് ബി ജസ്റ്റ് ലെസ് ദാൻ 3 എന്നാണ്. എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് സൈഡിലും 3ലോട്ട് വരുന്നത്. അപ്പോൾ എക്സ് 3നേക്കാളും ചെറുതായിരിക്കണം എന്നാണ് അർത്ഥം. അങ്ങനെ വരുമ്പോൾ ഈ കേസാണ് അല്ലേ എക്സ് ലെസ് ദാൻ 3 എന്നാണ് വന്നിരിക്കുന്നത്. അവിടുത്തെ ഫംഗ്ഷൻ -2x ആണ്. ആ -2xൻ്റെ അവിടെ എക്സിന് പകരം 3 എന്നാണ് നമ്മൾ കൊടുക്കുക. സോ -2 × 3 ദാറ്റ് ഈസ് ഈക്വൽ ടു -6 എന്നാണ് അവിടുത്തെ LHL നമുക്ക് കിട്ടുക. ഇനി നമ്മളവിടെ RHL കണ്ടുപിടിക്കണം അല്ലേ. RHL കാണണം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 പ്ലസ് f of x ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 3. ഇനി നോക്കുക, ഈ പ്ലസ് ഇട്ടിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞല്ലോ, ഓൾറെഡി പറഞ്ഞു. അത് പോസിറ്റീവ് സൈഡിൽ നിന്നും 3ലോട്ടാണ് വരുന്നത്, അല്ലെങ്കിൽ എക്സ് ഈസ് ജസ്റ്റ് ഗ്രേറ്റർ ദാൻ 3 എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് RHL അങ്ങനെ എഴുതുന്നത്. ഇവിടെ നമ്മൾ അത് എഴുതിയതിനു ശേഷം ഇനി ഫംഗ്ഷനിലോട്ട് നോക്കുക. അവിടെ എക്സ് ഗ്രേറ്റർ ദാൻ 3 എന്ന് പറയുമ്പോൾ ഫംഗ്ഷൻ വന്നിരിക്കുന്ന ആരാണ്? അത് 6x + 2 ആണ്. അപ്പോൾ ഈ f of xൻ്റെ അവിടെ നമുക്ക് 6x + 2 എന്നാണ് എഴുതേണ്ടത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു അവിടെ നമ്മൾ 3 എന്ന് കൊടുക്കും അല്ലേ. എക്സിന് 3 എന്ന് കൊടുത്താൽ 6 × 3 + 2 എന്ന് പറഞ്ഞു. സോ 18 + 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 20 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ നോക്കുക, RHLും ഇവിടെയുള്ള f of 3യും ഈക്വൽ ആണ്, പക്ഷേ LHL ഈക്വൽ അല്ല എന്ന് പറഞ്ഞാൽ ലിമിറ്റ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. അങ്ങനെ വരുമ്പോൾ അവിടെ എന്തായിരിക്കും? അവിടെ ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എഴുതാം ഈ കേസിൽ ലിമിറ്റ്
എക്സ് ടെൻസ് ടു 3 എഫ് ഓഫ് എക്സ് ഡസ് നോട്ട് എക്സിസ്റ്റ് ആണല്ലേ, ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ആ പോയിന്റിൽ ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എഴുതാം therefore f of x is discontinuous at x equal to 3. അപ്പോൾ നോക്കുക, നമ്മളോട് എവിടെയൊക്കെയാണ് ഡിസ്കണ്ടിന്യൂസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ x equal to 3 മാത്രമാണ് ഈ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് എന്നാണ് കിട്ടുന്നത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇവിടെ നമുക്ക് ഫംഗ്ഷൻ തന്നിരിക്കുന്നത് f of x that is equal to mod x by x when x not equal to 0 എന്നും that is equal to 0 when x equal to 0 എന്നുമാണ്. അപ്പോൾ നമ്മൾ ഈ ഫംഗ്ഷൻ കണ്ടിട്ടുണ്ടല്ലേ, നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളതാണ്. ഇതിന് സിഗ്നം ഫംഗ്ഷൻ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഇയാളുടെ കണ്ടിന്യൂറ്റി നോക്കുമ്പോൾ നമുക്ക് എന്താണെങ്കിലും ആദ്യം എഫ് ഓഫ് 0 കണ്ടുപിടിക്കും. കാരണം 0യിൽ മാത്രമാണ് ഫംഗ്ഷൻ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്, ബാക്കി എല്ലായിടത്തും ഇയാൾ കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ എഫ് ഓഫ് 0 കാണുമ്പോൾ when x equal to 0 ഫംഗ്ഷൻ്റെ വാല്യൂ 0 എന്നാണ് തന്നിരിക്കുക. അതുകൊണ്ട് എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ 0 ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ലെഫ്റ്റ് സൈഡ് ലിമിറ്റ് കാണും അല്ലേ. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കാണുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് എന്നാണ് വരുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. നോക്കുക, ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, അത് മോഡ് എക്സ് ബൈ എക്സ് എന്നാണ് വരിക. അപ്പോൾ നോക്കി, ഇവിടുത്തെ കേസിൽ എക്സ് ജസ്റ്റ് ലെസ് ദാൻ 0യുടെ കേസിലും ജസ്റ്റ് ഗ്രേറ്റർ ദാൻ 0യുടെ കേസിലും ഫംഗ്ഷൻ എന്ന് പറയുന്നത് മോഡ് എക്സ് ബൈ എക്സ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി പക്ഷേ എഴുതുമ്പോൾ നോക്കേണ്ട കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡ് എക്സ് എന്ന് പറയുന്നത് എക്സ് നെഗറ്റീവ് ആകുമ്പോൾ മോഡ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് നെഗറ്റീവ് എക്സ് എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുക. കാരണം എക്സ് ജസ്റ്റ് ലെസ് ദാൻ 0 എന്ന് പറയുമ്പോൾ എക്സ് ഇസ് നെഗറ്റീവ് എന്നാണ് അതിൻ്റെ അർത്ഥം. വെൻ എക്സ് ഈസ് നെഗറ്റീവ്, ആ മോഡ് എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഓഫ് എക്സ് എന്നാണ് ഡെഫിനിഷൻ പറയാം. വേറെ ഒന്നും കൊണ്ടല്ല, എക്സ് ഓൾറെഡി നെഗറ്റീവ് ആയിരിക്കും, അയാളെ പോസിറ്റീവ് ആക്കണമെങ്കിൽ ഒരു നെഗറ്റീവ് സൈൻ കൂടി ഇട്ട് കൊടുക്കണം. അങ്ങനെയാണ് മോഡ് എക്സ് ഈസ് നെഗറ്റീവ് എക്സ് വെൻ എക്സ് ലെസ് ദാൻ 0 എന്ന് പറഞ്ഞിരിക്കുക. അതുകൊണ്ട് ഇവിടെ നമുക്ക് നെഗറ്റീവ് എക്സ് എന്നാണ് എഴുതേണ്ടത്. താഴെയുള്ള എക്സിന് മാറ്റമൊന്നുമില്ല, എക്സ് നെഗറ്റീവ് ആയിക്കോട്ടെ, പക്ഷേ എക്സ് എന്ന് പറയുന്നതിന് മാറ്റമൊന്നും വരുന്നില്ല. അങ്ങനെ നോക്കിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 -1 എന്നാണ് കിട്ടുക. കാരണം എന്താ, എക്സും കട്ടായി പോയി. അങ്ങനെ വരുന്നപ്പോൾ ഇതിൻ്റെ വാല്യൂ -1 എന്നാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നോക്കുക, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിൻ്റെ വാല്യൂ -1 എന്നാണ് ഈ കേസിൽ കിട്ടുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, RHL കണ്ടുപിടിക്കണം അല്ലേ, റൈറ്റ് സൈഡ് കാണണം. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് എന്നാണ്. അപ്പോൾ ആ കേസിൽ നോക്കുക, എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ജസ്റ്റ് ഗ്രേറ്റർ ദാൻ 0 ആണ് എന്ന് പറഞ്ഞാൽ 0 അല്ല, അപ്പോഴും ഫംഗ്ഷൻ എന്ത് തന്നെയാണ്, മോഡ് എക്സ് ബൈ എക്സ് തന്നെയാണ്. അപ്പോൾ നമുക്ക് എഴുതാം ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മോഡ് എക്സ് ബൈ എക്സ് എന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. ഈ കേസിൽ നോക്കുക, എക്സ് പോസിറ്റീവ് ആണ് അല്ലേ, എക്സ് ഈസ് ജസ്റ്റ് ഗ്രേറ്റർ ദാൻ 0 ആണ് എന്ന് പറഞ്ഞാൽ എക്സ് വാല്യൂ പോസിറ്റീവ് ആണ് എന്ന് പറയുമ്പോൾ മോഡ് എക്സ് തന്നെയാണ് എക്സ് എന്നാണ് കിട്ടുക. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, മോഡ് എക്സിന് പകരം എക്സ് എന്ന് എഴുതണം. താഴെ എക്സിന് മാറ്റമൊന്നുമില്ല, എക്സ് എന്ന് എഴുതി. അങ്ങനെ വന്നപ്പോൾ അവിടെ എക്സും കട്ടായി പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെന്നാണ് കിട്ടുന്നത്, 1 എന്നാണ് കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ലിമിറ്റിൻ്റെ വാല്യൂ 1 എന്നുമാണ് കിട്ടുക. അപ്പോൾ നോക്കുക, ലെഫ്റ്റ് സൈഡിലുള്ള ലിമിറ്റിൻ്റെ വാല്യൂ അല്ല റൈറ്റ് സൈഡിൽ കിട്ടിയിരിക്കുന്നത്. ഒന്ന് -1ഉം ഒന്ന് 1ഉം ആണ്. ഇവിടുത്തെ ഫംഗ്ഷൻ്റെ വാല്യൂ വേറെ ഒന്നുമാണ് അല്ലേ. അപ്പോൾ എന്താണേലും ലിമിറ്റ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അവിടെ ഈ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് എന്നാണ് വരിക. ബാക്കി എല്ലാ പോയിന്റിലും കണ്ടിന്യൂസ് ആയിരിക്കും, പക്ഷേ 0യിൽ ഇയാൾ ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും എന്നാണ് കിട്ടുക. അപ്പോൾ നമുക്ക് എഴുതാം ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ്, അതിവിടെ ഡസ് നോട്ട് എക്സിസ്റ്റ് ആണല്ലേ, അങ്ങനെ ഒരാൾ ഇല്ല. അപ്പം നമുക്ക് എഴുതാം therefore എഫ് ഓഫ് എക്സ് ഈസ് ഡിസ്കണ്ടിന്യൂസ് അല്ലേ, അയാൾ ഡിസ്കണ്ടിന്യൂസ് ആണ് എവിടെ, എക്സ് ഈക്വൽ ടു 0യിൽ. അപ്പോൾ നോക്കുക, എക്സ് ഈക്വൽ ടു 0യിൽ മാത്രം അയാൾ ഡിസ്കണ്ടിന്യൂസ് ആണ്, ബാക്കി എല്ലായിടത്തും അയാൾ കണ്ടിന്യൂസ് ആണ്. 9ാമത്തെ ക്വസ്റ്റ്യൻ, ഇവിടെ നമുക്ക് ഫംഗ്ഷൻ തന്നിരിക്കുന്നത് എക്സ് ബൈ മോഡ് എക്സ് ആണ് വെൻ എക്സ് ലെസ് ദാൻ 0, ദെൻ -1 ആണ് വെൻ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാണ് തന്നിരിക്കുക. അപ്പോൾ ഉറപ്പായിട്ടും 0 അല്ലാത്ത എല്ലാ പോയിന്റ്സിലും എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഇവിടെ ഡിസ്കണ്ടിന്യൂസ് ആവുകയാണെങ്കിൽ അത് 0യിൽ മാത്രമാണ്. അപ്പോൾ നമ്മൾ 0യുടെ കാര്യമാണ് ചെക്ക് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എഫ് ഓഫ് 0 എഴുതുകയാണ്. അപ്പോൾ നോക്കിയപ്പോഴും ഇവിടെ ഈക്വൽ സൈൻ ഇവിടെയാണല്ലേ. അപ്പോൾ എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ കണ്ടീഷൻ ഇവിടെയാണ് വരുന്നത്. അവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ -1 എന്ന് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. ദെൻ നമ്മൾ എന്ത് ചെയ്യും, ലെഫ്റ്റ് സൈഡ് ലിമിറ്റ് കാണണം. അങ്ങനെ നോക്കിയപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് എന്നെടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. ഇനി നോക്കുക, ഈ കേസിൽ എക്സ് ഈസ് ജസ്റ്റ് ലെസ് ദാൻ 0 അല്ലേ, എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് സൈഡിൽ നിന്നും 0 വരുന്നു എന്നാണ്. അപ്പോൾ എക്സ് ലെസ് ദാൻ 0യിൽ കേസ് എന്താണ്, അത് എക്സ് ബൈ മോഡ് എക്സ് എന്നുള്ളതാണ് ഫംഗ്ഷൻ.
സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. ഇവിടെ നോക്കുക, ഈ മോഡ് എക്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് എക്സ് ആണ് വരിക. കാരണം എന്താണ്, എക്സ് ഈസ് ഓൾറെഡി നെഗറ്റീവ്. എക്സ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവിൻ്റെ കേസാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നോക്കുക, എക്സ് നെഗറ്റീവ് ആണെങ്കിൽ മോഡ് എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഓഫ് എക്സ് എന്നാണ് പഠിച്ചിരിക്കുക. അതുകൊണ്ട് നമ്മളിവിടെ നെഗറ്റീവ് എക്സ് എന്ന് എഴുതണം. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് 0. ഇവിടെ എക്സ് കട്ട് ചെയ്താൽ -1 എന്നാണ് കിട്ടുക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു -1 എന്നാണ് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കിട്ടണത്. ഇത് നമ്മൾ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കാണണം. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. നോക്കുക, ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഗ്രേറ്റർ ദാൻ 0, അല്ലെങ്കിൽ പോസിറ്റീവ് സൈഡിൽ നിന്നാണ് എക്സ് 0 വരുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എക്സ് 0-നേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതല്ല, അത് രണ്ടാമത്തെയാണ് അല്ലേ, അതാരാണ് -1 എന്നാണ് തന്നിരിക്കുക. അങ്ങനെ വന്നപ്പോൾ ലിമിറ്റിൻ്റെ വാല്യൂ -1 എന്നാണ് കിട്ടുക. അപ്പോൾ നോക്കിയപ്പോൾ എഫ് ഓഫ് 0 -1 ആണ്, ലെഫ്റ്റ് സൈഡ് ലിമിറ്റ് -1 ആണ്, റൈറ്റ് സൈഡ് ലിമിറ്റും -1 ആണ്. അപ്പോൾ ലിമിറ്റ് എന്താണെങ്കിലും ഉണ്ട്, അത് തന്നെയാണ് ഇവിടുത്തെ എഫ് ഓഫ് 0യുടെ വാല്യൂ കിട്ടുക. അപ്പോൾ നമുക്ക് എഴുതാം ഇവിടെ എഫ് ഓഫ് 0 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ആണ്. അതുകൊണ്ട് ഫംഗ്ഷൻ എന്താണ്, അത് കണ്ടിന്യൂസ് ആണല്ലോ. അപ്പോൾ നമുക്ക് എഴുതാം therefore എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ 0. അപ്പോൾ നമ്മളോട് ഇവിടെ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ആണ് ചോദിച്ചത്. അങ്ങനെ നോക്കിയപ്പോൾ ഇവിടെ നമുക്കൊന്നും കിട്ടണില്ല. അതുകൊണ്ട് നമുക്ക് എഴുതാം therefore നോ പോയിന്റ് അല്ലേ, നോ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. നോ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂ. ഇപ്പോൾ നോക്കുക, ഇവിടെ നമ്മൾ എക്സ് ഈക്വൽ 0 കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്തപ്പോൾ അവിടെ കണ്ടിന്യൂസ് ആണെന്ന് കിട്ടി. ബാക്കി എല്ലായിടത്തും കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് അറിയാം. അതുകൊണ്ടാണ് ഇവിടെ ഒരിടത്തും ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റ്സ് ഇല്ല എന്ന് നമ്മൾ എഴുതിയത്. 10ാമത്തെ ക്വസ്റ്റ്യൻ, ഇവിടെ നമുക്ക് ഫംഗ്ഷൻ തന്നിരിക്കുക x+1 ആണ് when x greater than or equal to 1, that is x² + 1 when x less than 1 എന്നുമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും നമ്മൾ 1ലാണ് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുക. അപ്പോൾ എഫ് ഓഫ് 1 എഴുതണം. അപ്പോൾ നോക്കിയപ്പോഴും ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ x+1 ആണ് അല്ലേ, when x ഈക്വൽ ടു 1 ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ x+1 ആണ്. അവിടെ നമ്മൾ എക്സിന് 1 കൊടുക്കുമ്പോൾ 1 + 1 ദാറ്റ് ഈസ് ഈക്വൽ 2 എന്നാണ് എഫ് ഓഫ് 1ൻ്റെ വാല്യൂ കിട്ടുക. ഇനി നമ്മളവിടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കാണണം. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് അല്ലേ, ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1. അപ്പോൾ നോക്കി, ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ലെസ് ദാൻ 1 ആണ്, അല്ലെങ്കിൽ നെഗറ്റീവ് സൈഡിൽ നിന്നാണ് എക്സ് 1ലോട്ട് വരുന്നത് എന്നാണ് അർത്ഥം. അപ്പോൾ എക്സ് ലെസ് ദാൻ 1 വരുമ്പോൾ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് x² + 1 ആണ്. അവിടെ എക്സിന് പകരം 1 കൊടുക്കണം. സോ 1² +1 എന്ന് പറഞ്ഞു. സോ 1 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 എന്നാണ് നമുക്ക് അവിടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും കിട്ടണത്. ഇനി നമ്മൾ എന്ത് ചെയ്യും, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1. അപ്പോൾ നോക്കുക, ഇവിടെ എക്സ് ഈസ് ജസ്റ്റ് ഗ്രേറ്റർ ദാൻ 1 എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എക്സ് വാല്യൂസ് ഗ്രേറ്റർ ദാൻ 1 വരുമ്പോൾ ഫംഗ്ഷൻ എന്താണ്, അത് x+1 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ x+1 എന്നാണ് എഴുതുക. ഇനി എക്സിന് 1 കൊടുക്കണം. സോ 1 + 1 എന്ന് പറഞ്ഞു. അവിടെ നമുക്ക് 2 എന്നാണ് കിട്ടുക. അപ്പോൾ നോക്കുക, രണ്ട് ലിമിറ്റുകളും ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ അവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് എഫ് ഓഫ് 1 ആയിട്ട് കിട്ടിയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അവിടെ കണ്ടിന്യൂസ് ആണ് എന്നാണ് കിട്ടുക. അപ്പോൾ നമുക്ക് എഴുതാം എഫ് ഓഫ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ്. therefore എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് ആണ് അല്ലേ, അയാൾ അവിടെ കണ്ടിന്യൂസ് എന്നാണ് കിട്ടണത്. അങ്ങനെ നോക്കി, 1ൽ ഇയാൾ കണ്ടിന്യൂസ് ആണ് എന്നാണ് ഇപ്പോൾ കിട്ടിയത്. ബാക്കി എല്ലായിടത്തും കണ്ടിന്യൂസ് ആണെന്ന് നമുക്കറിയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് പോയിന്റ്സ് ഒന്നും ഇല്ല എന്ന് തന്നെയാണ് കിട്ടുക. അതുകൊണ്ട് നമുക്ക് എഴുതാം ഫൈനലി therefore നോ പോയിന്റ് അല്ലേ, നോ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി അല്ലേ എന്നാണ് ഇവിടെ ആൻസർ കിട്ടുന്നത്. 11ാമത്തെ ക്വസ്റ്റ്യൻ, ഇവിടെ നമുക്ക് ഫംഗ്ഷൻ x³ - 3 ആണ് when x lesser than or equal to x² + 1 ആണ് when x greater than 2 എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ x = 2ലെ കണ്ടിന്യൂറ്റി ആണ് ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം എഫ് ഓഫ് 2 എഴുതാം. x2 ആകുമ്പോൾ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ x³ - 3 എന്നാണ് തന്നിരിക്കുക. അവിടെ എക്സിന് 2 കൊടുക്കുമ്പോൾ 2³ - 3 എന്ന് പറഞ്ഞു. അഥവാ 8 - 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 എന്നാണ് എഫ് ഓഫ് 2 കിട്ടുന്നത്. ഇനി നമ്മൾ അവിടുത്തെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കണം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് ദെൻ എഫ് ഓഫ് എക്സ് എന്ന് എഴുതി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 അല്ലേ. നോക്കുക, എക്സ് വാല്യൂസ് ആർ ജസ്റ്റ്
ലെസ് ദാൻ 2 ആണ്. അപ്പം അങ്ങനെ വരുമ്പോഴും ഫംഗ്ഷൻ എന്ത് തന്നെയാണ്, അത് എക്സ് ക്യൂബ് -3 ആണ്. അവിടെ എക്സിന് കൊണ്ടുപോയിട്ട് 2 കൊടുക്കണം. സോ 2 ക്യൂബ് -3 എന്ന് പറഞ്ഞു 8 - 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 എന്ന് തന്നെയാണ് അവിടെയും കിട്ടുക. ഇനി നമ്മൾ എന്ത് ചെയ്യും, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2. ഇവിടെ നോക്കുക, എക്സ് വാല്യൂസ് ആർ ജസ്റ്റ് ഗ്രേറ്റർ ദാൻ 2 അല്ലെങ്കിൽ പോസിറ്റീവ് സൈഡിൽ നിന്നാണ് എക്സ് വാല്യൂസ് 2 വരുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ വന്നപ്പോൾ നോക്കുക, എക്സ് ഗ്രേറ്റർ ദാൻ 2 വരുമ്പോൾ ഫംഗ്ഷൻ എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ്. അതുകൊണ്ട് എഫ് ഓഫ് എക്സിന് പകരം നമ്മൾ എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് എഴുതി. ഇനി അവിടെ എക്സിന് നമ്മൾ 2 എന്ന് കൊടുക്കും. സോ 2 സ്ക്വയർ പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കുക, ലിമിറ്റ് ലെഫ്റ്റ് സൈഡ് ലിമിറ്റും റൈറ്റ് സൈഡ് ലിമിറ്റും സെയിം ആണ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വാല്യൂ 5 എന്നാണ് കിട്ടിയിരിക്കുക. അത് തന്നെയാണ് എഫ് ഓഫ് 2ൻ്റെ വാല്യൂ കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആണ്. എവിടെ എക്സ് ഈക്വൽ 2ൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്നാണ് കിട്ടുക. അപ്പോൾ നമുക്ക് എഴുതാം എഫ് ഓഫ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എഫ് ഓഫ് എക്സ് ദർഫോർ എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അല്ലേ. അപ്പോൾ ഇയാൾ കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. അങ്ങനെ നോക്കുമ്പോൾ ഇയാൾക്ക് ഒരു പോയിന്റും ഡിസ്കണ്ടിന്യൂസ് ആയിട്ടില്ല എന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ നമുക്ക് ഫൈനലി എഴുതാം ദർഫോർ നോ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി അല്ലേ. ദർ ഈസ് നോ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. അപ്പോൾ നമുക്ക് ഇവിടെയും എല്ലായിടത്തും കണ്ടിന്യൂസ് ആണ് എന്നാണ് നമുക്ക് കിട്ടിയത്. 12ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് ഫംഗ്ഷൻ എക്സ് റേസ് ടു 10 - 1 ആണ് വെൻ എക്സ് ലെസർ ദാൻ ഓർ ഈക്വൽ ടു 1. അത് എക്സ് സ്ക്വയർ ആണ് വെൻ എക്സ് ഗ്രേറ്റർ ദാൻ 1 എന്നുമാണ് തന്നിരിക്കുക. അപ്പോൾ ഉറപ്പായിട്ടും 1ലെ കണ്ടിന്യൂറ്റി ആണ് നോക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് എഫ് ഓഫ് 1 കണ്ടുപിടിക്കണം. എക്സ് 1 ആകുമ്പോൾ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 10 - 1 ആണ്. അവിടെ എക്സിൽ 1 കൊടുക്കുമ്പോൾ 1 റേസ് ടു 10 - 1 അഥവാ 1 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്നാണ് നമുക്ക് കിട്ടുക. ഇനി നമ്മളവിടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കണം. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് എന്നാണ് വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 വെൻ എക്സ് ഈസ് ലെസ് ദാൻ 1 അല്ലേ. എക്സ് ലെസ് ദാൻ 1 എന്നാണ് ഈ കേസ് വരുന്നത്. അവിടെയും ഫംഗ്ഷൻ എന്ത് തന്നെയാണ്, എക്സ് റേസ് ടു 10 - 1 ആണ്. അവിടെ എക്സിന് 1 കൊടുക്കണം. സോ 1 റേസ് ടു 10 - 1 1 - 1 0 എന്ന് തന്നെ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്തു, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കാണണം. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1. ഇവിടെ നമുക്ക് എക്സ് പോസിറ്റീവ് സൈഡിൽ നിന്ന് വരുന്നു 1ലോട്ട് എന്ന് പറയുമ്പോൾ എക്സ് ഈസ് ജസ്റ്റ് ഗ്രേറ്റർ ദാൻ 1 എന്നാണ് വരിക. അവിടുത്തെ കേസിൽ ഫംഗ്ഷൻ എക്സ് സ്ക്വയർ ആണ്. അവിടെ എക്സിന് 1 കൊടുക്കുമ്പോൾ 1 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ നോക്കുക, ലെഫ്റ്റ് സൈഡ് ലിമിറ്റ് 0യും റൈറ്റ് സൈഡ് ലിമിറ്റ് 1ഉമാണ്. അതുകൊണ്ട് അവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഉറപ്പായിട്ടും അവിടെ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും എന്നാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് എഴുതാം ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് does not exist. Therefore f of x is discontinuous അല്ലേ. f of x is discontinuous at x equal to 1. അപ്പോൾ നോക്കുക, ഇവിടെ ബാക്കി എല്ലാ പോയിന്റിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. പക്ഷേ x equal to 1ൽ ഇത് ഡിസ്കണ്ടിന്യൂസ് എന്നാണ് ഇവിടെ കിട്ടുന്നത്. 13ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ട് ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണോ എന്നാണ് ചോദിച്ചിരിക്കുക. അപ്പോൾ ആ ഫംഗ്ഷൻ 1ൽ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ ഇവിടെ എക്സ് പ്ലസ് 5ഉം ഇവിടെ എക്സ് മൈനസ് 5 ആണല്ലോ. അപ്പോൾ രണ്ടും പോളിനോമിയൽ ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ അവർ 1 അല്ലാത്ത എല്ലാ പോയിന്റ്സിലും കണ്ടിന്യൂസ് ആയിരിക്കും. ഇനി 1ൽ അത് കണ്ടിന്യൂസ് ആണെങ്കിൽ മൊത്തത്തിൽ അത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് എന്ന് പറയാം. അതുകൊണ്ട് നമ്മൾ കണ്ടിന്യൂറ്റി അറ്റ് 1 ആണ് ചെക്ക് ചെയ്യുക. അതിനുവേണ്ടി നമ്മൾ എഫ് ഓഫ് 1 എഴുതി. അപ്പോൾ എക്സ് 1 ആകുമ്പോൾ ഫംഗ്ഷൻ എക്സ് പ്ലസ് 5 ആണ്. അവിടെ കൊണ്ടുപോയിട്ട് എക്സിന് 1 കൊടുത്താൽ 1 പ്ലസ് 5 6 എന്നാണ് എഫ് ഓഫ് 1 കിട്ടുക. ഇനി നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കാണുകയാണ് അല്ലേ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1. നോക്കുക, എക്സ് ജസ്റ്റ് ലെസ് ദാൻ 1 എന്നാണ്. അങ്ങനെ വന്നപ്പോൾ ഫംഗ്ഷൻ എക്സ് പ്ലസ് 5 തന്നെയാണ്. അവിടെ കൊണ്ടുപോയിട്ട് എക്സിന് 1 കൊടുത്തു. 1 പ്ലസ് 5 6 എന്ന് കിട്ടി. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കാണുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ് എന്നാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു
ലിമിറ്റ് എക്സ് ടെൻസ് ടു 1. ഇനി നോക്കുക എക്സ് ഈസ് ജസ്റ്റ് ഗ്രേറ്റർ ദാൻ 1 എന്നാണ് അതിൻ്റെ അർത്ഥം. അവിടെ നോക്കിയപ്പോഴും ഫംഗ്ഷൻ എക്സ് മൈനസ് 5 ആണ് വരിക എന്ന് പറഞ്ഞാൽ അവിടെ 1 മൈനസ് 5 ദാറ്റ് ഈസ് ഈക്വൽ ടു -4 എന്നാണ് നമുക്ക് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കിട്ടണത്. അപ്പോൾ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് അല്ല ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആയിട്ട് കിട്ടിയിരിക്കണം എന്ന് പറഞ്ഞാൽ ലിമിറ്റ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് എഴുതാം ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 അല്ലേ, എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നാണ് നമുക്ക് കിട്ടുക. അതുകൊണ്ട് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഡിസ്കണ്ടിന്യൂസ് ആണ്. അവിടെ എക്സ് ഈക്വൽ ടു 1 ഡിസ്കണ്ടിന്യൂസ് ആണ് എന്നാണ് കിട്ടുക. അപ്പോൾ നമുക്ക് എഴുതാം therefore എഫ് ഓഫ് എക്സ് ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 1. അപ്പോൾ നോക്കുക ഇവിടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്ന് നോക്കാനായിട്ട് ഫംഗ്ഷൻ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റ് ആയിട്ടുള്ള 1 നമ്മൾ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്തു. അപ്പോൾ നമുക്കവിടെ ഡിസ്കണ്ടിന്യൂസ് എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ 1 മുതൽ 13 വരെയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷൻസ് ആണ് ഡിസ്കസ് ചെയ്ത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.